بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അഭിവന്യരായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ലക്ഷണമൊത്ത വിശ്വാസി എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് സംസാരിക്കുവാൻ സംഘാടക സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് ആദ്യമായി അറിയേണ്ടത്. വിശ്വാസമുള്ളവൻ അവനാണല്ലോ വിശ്വാസി. എന്തുകൊണ്ടാണ് വിശ്വസിക്കേണ്ടത്? എന്താണ് വിശ്വസിക്കേണ്ടത്? ഈമാനിന്, വിശ്വാസത്തിന് വളരെ കൃത്യമായ നിർവചനം നൽകിയ മതമാണ് ഇസ്ലാം. അത് അൽ ഈമാനു ബിൽ ജിനാൻ വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ ജവാരിഹു ബിൽ അമൽ. അമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം. ഇഖ്റാറു ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം. അൽ ഈമാനു ബിൽ ജിനാൻ, മനസ്സുകൊണ്ടുള്ള വിശ്വാസം. മനസ്സിലെ ഉറച്ച വിശ്വാസം വേണം ഒരു കാര്യത്തിൽ. അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. അത് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തിക രംഗത്ത് കൊണ്ടുവരണം. അപ്പോഴാണ് ഒരാൾ വിശ്വാസിയാകുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയാവില്ല. അത് നാവ് കൊണ്ടുള്ളതായിട്ട് വേണം. അത് കൽബിലുണ്ടാവണം. അത് നമ്മളുടെ അവയവങ്ങളിൽ അത് ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്ത് അവയവങ്ങളുടെ പ്രവർത്തനക്ഷമമാകണം. അപ്പോഴേ ഒരാൾ സത്യവിശ്വാസിയാവുകയാണ്. വളരെ പ്രയാസകരമായൊരു ജോലിയാണ് വിശ്വാസിയാകുക എന്നത്. അവിശ്വാസിയാകാനും കപടവിശ്വാസിയാകാനും വളരെ എളുപ്പമാണ്. വിശ്വാസിയാകണമെങ്കിൽ ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലുള്ള അള്ളാഹുള്ള വിശ്വാസം അചഞ്ചലമാക്കണം. അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. ആ സത്യം ജനങ്ങളോട് തുറന്ന് പറയാൻ കഴിയണം. ഞാനെങ്ങനെ പറയും? അതവരെൻ്റെ സ്വന്തക്കാരല്ലേ, അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാം വിശ്വാസിയല്ല. നമ്മളുടെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം, ആ അവയവങ്ങൾ ഓരോന്നും അതിനെ ഉൾക്കൊള്ളണം. ഓരോ രംഗവും നമുക്ക് പരിശോധിക്കാം. ഖുർആനിൽ അല്ലാഹു ഈ മൂന്ന് കാര്യം ഉൾക്കൊണ്ട ആളുകളെ വിളിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് അള്ളാഹിനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ തീരെ കഴിഞ്ഞിട്ടില്ലാത്തൊരു കാര്യവും അള്ളാഹിനെ സൂക്ഷിക്കുക. എളുപ്പമാണ് പറയാൻ, എത്രയോ എളുപ്പമുള്ള കാര്യമാണ് അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറയാൻ. എങ്ങനെ നമ്മൾ അള്ളാഹിനെ സൂക്ഷിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഓർമ്മ നമുക്ക് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ സബ്ബിഹു, വിശ്വസിച്ചവരെ, ഇദ്കുറുല്ലാഹ
ദിക്റൻ കസീറ, ധാരാളമായി നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം. ഐ ബില്ലൈൽ വന്നഹാർ വസ്സഫർ വൽ ഹലർ വൽ മറൽ വസ്സിഹ, ആരോഗ്യാവസ്ഥ, നമ്മുടെ രോഗാവസ്ഥ, യാത്രയിൽ, നാട്ടിൽ, പകലിൽ, രാത്രിയിൽ, കടലിൽ, ഫിൽ ബഹരി വൽ ബർ, കരയിലും കടലിലുമൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കുമ്പോഴാണ് ഒരാൾ തഖ്വയുള്ളവനാവുന്നത്. വലിയ പണിയാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മളെ തഖ്വ പോവും. ഇപ്പം ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ ഈ നാട്ടിലിപ്പോൾ ഈ കുറച്ച് വാഴയും കവുങ്ങൊക്കെ കണ്ട് കുത്തിരിക്കുമ്പോൾ നല്ല തഖ്വ ഉണ്ടാവും. പക്ഷേ ഒരു 4 ടൗണിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ തഖ്വൻ്റെ വഴിക്ക് പോവും, ഈമാൻ്റെ വഴിക്ക് പോവും, ദിക്റിൻ്റെ വഴിക്ക് പോവും. അപ്പം നമ്മൾ വേഗം കോലക്കാണ് മാറും അല്ലേ? രൂപം മാറും, ചിരി മാറും, ശബ്ദം മാറും, ഭാഷ മാറും, കോലം മാറും, എല്ലാ അർത്ഥത്തിലും നമ്മൾ മാറും. ഇവിടെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുകയാണെങ്കിൽ വല്ലാണ്ട് പോകില്ല എന്ന് വിചാരിക്കണം. എന്നാലും പോവും, ഒറ്റപ്പെട്ട സ്ഥലങ്ങളായതിനെ കൊണ്ട് പോവും. ചെറിയ ഉദാഹരണം പറയാം. ദിക്ർ പോകുന്നൊരു രംഗം മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. പിന്നെ നമുക്കറിയാം ചരിത്രമൊക്കെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ആ പെൺകുട്ടികൾക്ക് വെള്ളമെടുത്തു കൊടുത്ത രംഗം നിങ്ങൾക്കറിയാം. പെൺകുട്ടികൾ നേരത്തെ വീട്ടിലെത്തിയ കഥ നിങ്ങൾക്കറിയാം. അങ്ങനെ ഉപ്പ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര നേരത്തെ എത്തി? ഒരു യുവാവ് സഹായിച്ചു. ശരി, എങ്കിൽ ആ യുവാവിനെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവരും, എന്തേ ഒരു പ്രതിഫലം അദ്ദേഹത്തിന് കൊടുക്കണം അല്ലേ? ആ രംഗം ഖുർആൻ ഇങ്ങനെ വിശദീകരിച്ചു. ഇന്ന അബി യദ്ഊക, മോള് വന്നിട്ട് പറഞ്ഞു മൂസാ നബിനോട്, നിന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്തിന്? ലി യജ്സിയ, പ്രതിഫലം തരാൻ വേണ്ടി. ഈ കാര്യം നമ്മളെ നാട്ടിലുള്ള ഒരു പെണ്ണാണ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഒരാളെ വിളിക്കാൻ നിങ്ങളെ മോളെ അയച്ചു നോക്കി, ദിക്ർ ഇവിടെ ഉണ്ടാവും നമുക്ക് അപ്പം പറയാം. എങ്ങനെ ആയിരിക്കും ആ ഭാഷ ഉപയോഗിക്കുക? ഇന്നാബി യദ്ഊകലി യജ്സിയക്ക എന്നാണോ പറയാ? അല്ല, അതിനൊരു ബോഡി ലാംഗ്വേജ് വരെ അവൾ കൊണ്ടുവരും. നിങ്ങളെ നമ്മളപ്പ അല്ലേ? സ്വാഭാവിക. അതോടുകൂടി വിളിക്കാൻ വന്നോൻ്റെ പരിപ്പിൻ്റെ എണ്ണ ഇളകിപ്പോവും. അപ്പോഴാണ് ഇത്തഖുല്ല എന്ന് പറയുന്ന കാര്യത്തിൻ്റെ മെയിൻ സാധനം. അല്ലാണ്ട് ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. അത് ഏത് പണ്ഡിതനും മൈക്ക് കിട്ടിയാൽ അടിച്ചു വിടാം, ഒരു വിരോധമില്ല. ഇപ്പം തന്നെ കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അതതിൻ്റെ ബാക്കി ഭാഗം കേട്ടോളൂ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പിന്നെ വിശദീകരണം വന്നപ്പോൾ പറഞ്ഞു, മൂസാനബിൻ്റെ മുമ്പിൽ ഈ കുട്ടി നടന്നു. പെൺകുട്ടി മൂസാനബിൻ്റെ മുമ്പിൽ ഒരു താരിഖ് ചെയ്യാതായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് മുമ്പിൽ നടന്നു. അപ്പോൾ മൂസാനബി ഓളോട് പറയാണ്, ഇംഷി വറായി, എൻ്റെ പിന്നിൽ നടക്കുക, വല തംഷി അമാമി, എൻ്റെ മുമ്പിൽ നടക്കരുത്. കാരണം സ്ത്രീകളുടെ പിൻഭാഗം നോക്കി നടക്കുന്ന പണി അമ്മക്കില്ല എന്ന് മൂസാനബി പറയാം. അമ്മക്ക് ആകെയുള്ള പണി അതാ. വളരെ എളുപ്പം മനസ്സിലാവും അല്ലേ? ചിലതൊക്കെ 10-60-65 വയസ്സായതായിരിക്കും. ദൂരത്ത് കാണുമ്പം ബാക്കോ കണ്ടു നോക്കുമ്പോൾ തരക്കേടില്ല വെച്ചിട്ട് വണ്ടി എടുത്ത് പോയി നോക്കിയിട്ടുണ്ടാവും. അവിടെ എത്തുമ്പോഴാണ് എൻ്റെ മോനത് 60-65 വയസ്സായതാണെന്ന് മനസ്സിലാവും. അങ്ങനെ പലരും വെട്ടിൽ വീകാറുണ്ട്. ഇപ്പൊരു കാര്യം വ്യക്തമായി. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കേട്ടോ? അപ്പോൾ ദിക്ർ ഉണ്ടാവണം. ലോകത്ത് ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായാൽ പേടിക്കണ്ട. അയാൾ ഈമാനുള്ളവനാണെങ്കിൽ ഷഹീദിൻ്റെ കൂലിയുണ്ട്. അയാൾ ക്യാൻസർ രോഗിയായി, നിങ്ങൾ പാലിയേറ്റീവ് ക്ലിനിക്ക് ഒക്കെ ഉണ്ടാക്കി വലിയ സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്ത അത്ര വലിയൊരു പ്രയാസം നിങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യപ്പായില്ല. ഒരാൾക്ക് 2 കിഡ്നിയും ഫെയിലിയറാണ്, ഓക്കെ, ഒരു വിരോധമില്ല, അയാൾ മരിക്കും, എത്രയല്ലേ ഉള്ളൂ അല്ലേ? അയാൾ ഇനി 2 കിഡ്നിയും വെച്ച് നടന്നാലും മരിക്കും, അതുറപ്പല്ലേ? അപ്പം ഇനി മരിക്കണതിനെ പറ്റി അയാൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈമാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ പേടിയാണ്. സഹോദരേ, വളരെ എളുപ്പമുള്ള പരിപാടിയാണ് നമ്മൾ ലക്ഷണമൊത്ത വിശ്വാസി. ഈ ലക്ഷണം ഇപ്പം നിങ്ങൾക്ക് ഉണ്ടോ? എനിക്കുണ്ടോ? നമ്മൾ രണ്ടുകൂട്ടർ നോക്കുകയാണ്. ബാക്കി വയലൊക്കെ മറ്റോനെ കുറെ ചീത്ത അറിയാം,
ഇതൊക്കെ എളുപ്പപ്പണിയാണ്. ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ, മുജാഹിദ് ഇങ്ങനെ, സുന്നി ഇങ്ങനെ, ഖാദിയാനി അങ്ങനെ, തെരീക്കത്ത് ഇങ്ങനെ, എങ്ങനെ? അതെൻ്റെ നോട്ടം. ഈ പറഞ്ഞതൊക്കെ പറഞ്ഞോനെങ്ങനെ? അവിടെയാണ് നമ്മളെ പോയിന്റ്. ആരെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കുറ്റപ്പെടുത്താം, അല്ലേ? ആദ്യം വേണ്ടത് മുഹാസബത്തുൻ നഫ്സാണ്. മുഹാസബത്തുൻ നഫ്സ് എന്നാൽ ആത്മവിമർശനം. ഞാൻ എന്നെ, അതിന് വലിയ പ്രയാസമാണ്. അതാണ് ലക്ഷണമൊത്ത വിശ്വാസി ചെയ്യേണ്ട പണി. ആദ്യം ചെയ്യേണ്ടത് ഒരു മുഹാസബത്തുൻ നഫ്സ് നടത്തുക, ഒരു ആത്മവിമർശനം. ഞാൻ എന്നെ വിമർശിക്കുക, എന്നിട്ടേ ഞാൻ നിങ്ങളെ വിമർശിക്കാൻ മെനക്കെടാവും. അപ്പം ഞാൻ സ്വാഭാവികമായും തക്കവെള്ളവനാകാൻ നിർബന്ധിതനാവും, അല്ലേ? ഞാൻ കുറേ ആൾക്കാരെ ചീത്തറിഞ്ഞാൽ ഞാൻ തക്കവെള്ളവനാവില്ല. ഞാൻ ആദ്യം എന്നൊന്ന് വിമർശിക്കണം. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് വിമർശിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. ക്യാൻസർ ഉണ്ടായാൽ പേടിക്കണ്ട, ദിക്ർ ഒഴിഞ്ഞു പോയാൽ പേടിച്ചോളി. തഖ്വയും ദിക്റും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ പേടിച്ചോളി, ബുദ്ധിമുട്ടി പോകും. അതിനാണ് പാലിയേറ്റീവ് ക്ലിനിക്ക് ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ ക്ലിനിക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ നെയ്യപ്പും ചായയോ കുടിച്ചതിൻ്റെ അടയാളം കാണുന്നുണ്ട്, കായപ്പും ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ അവിടെ കാണുന്നുണ്ട് അതിൻ്റെ. അപ്പോ അതൊക്കെ അങ്ങ് കുടിക്കുക, അതൊക്കെ അങ്ങ് തിന്നാം. പക്ഷേ ദിക്ർ ഒഴിഞ്ഞു പോകരുത്. ഒരു ലക്ഷണമൊത്ത വിശ്വാസിക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴാണ്? അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവേണ്ടത് പള്ളി കയറുമ്പോഴല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു നിങ്ങളോട്. അത് നിങ്ങൾക്ക് പകലിൽ വേണം, രാത്രിയിൽ വേണം, യാത്രയിൽ വേണം, നാട്ടിൽ വേണം, രോഗമുള്ളപ്പോൾ വേണം, ആരോഗ്യമുള്ളപ്പോൾ വേണം, പറഞ്ഞില്ലേ? എല്ലാ സന്ദർഭങ്ങളിലും അത് നിലനിൽക്കണം. നമുക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ നിൽക്കുമ്പോൾ പോലും ഇല്ല, ഉണ്ടോ? നമുക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ദിക്റില്ലല്ലോ, ഉണ്ടോ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുന്നിലുള്ള നിസ്കരിക്കാൻ കൈയ്യെട്ടുന്നതിന് മുമ്പ് വയ്യുള്ള ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇഷാക്കൊക്കെ ആണെങ്കിൽ ചങ്ങായി അൽബക്കറെ തുടങ്ങുന്നുണ്ട്. ഇല്ല മോനെ, ഞാൻ വിചാരിച്ച് കുല്ലല്ലാഹു ഏതായിരിക്കും. അതുകൊണ്ടാണ് കൂടിയത്. ഇപ്പം ഇത് നോക്കുമ്പോൾ അൽബക്കറയിലൂടെ പോകുന്നുണ്ട്. ചിലവർക്ക് കുറച്ചൊക്കെ വിവരം ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലുള്ള ഭാഗത്തൊക്കെ എവിടെയെങ്കിലും കാറ്റടിച്ചിട്ടേയും വിവരം കിട്ടേണ്ട സ്ഥലം അതൊക്കെ. ടൗണ് പോലല്ല, എവിടുന്ന് കാറ്റടിച്ചാലും ഇൽമായിരിക്കും അടിക്കുക. അപ്പം അതുകൊണ്ട് കുറേ സൂറകളൊക്കെ, ആയത്തുൽ കുർസി, ആമന റസൂൽ, ഇതൊക്കെ യാസീൻ, സൂറത്ത് ജിന്ന്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ വരിക. പിന്നെ നിസ്കരിക്കാൻ കൈയ്യെട്ടുന്നവന് പലപ്പോഴും കൈയ്യെട്ടിയപ്പം പാലക്കാട് പള്ളി ഉണ്ടാവും. ഇതേതാ സ്ഥലം? മമ്പറോ കൊപ്പറേ എന്തൊരു സ്ഥലം ഞാൻ കണ്ടിരുന്നു. അപ്പം മമ്പറെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു കുറച്ചധികത്തിൽ ശ്രദ്ധിട്ട് കൊടുത്തതാണ് മമ്പറത്തിന്, അല്ലേ? അപ്പോൾ പിന്നെ ഈ സ്ഥലത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പം, നിസ്കരിക്കാൻ കൈയ്യെട്ടുമ്പം നമ്മൾ പള്ളിയിലുണ്ടാവും, അപ്പുറത്തുണ്ടാവും, മപ്പുറം പള്ളിയിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 റക്അത്തോ കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പല ബൈക്കും പോകും. സലാം വീട്ടാൻ നേരത്തെ പള്ളിയിലല്ലേ നമ്മൾ സലാം വീട്ടും. എന്നിട്ട് മറ്റവനെ 2 ഭാഗത്തും സലാം അല്ലേ കൈ കൊടുക്കും. അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ, അല്ലേ? മൂപ്പരുണ്ട്, നേതാവുണ്ട്. ഇതിൽ കവിഞ്ഞ് ഈ നിസ്കാരം നിങ്ങളും റബ്ബുമായിട്ടും വലിയ ബന്ധമുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാണ്. എന്നിട്ട് ഞാൻ ഇനി പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, ഉദ്കുരിൽ മൗത ഫീ സഫി സലാത്തിക, നിസ്കരിക്കാൻ നിൽക്കുന്ന സഫിൽ വെച്ച് പോലും നീ നിന്റെ മരണത്തെ ഓർത്തുകൊണ്ടായിരിക്കണം കൈയ്യെട്ടുന്നത്. ഇപ്പം അസറിന് കൈയ്യെട്ടുമ്പം മഗ്രിബിന് ഞാൻ കൈയ്യെട്ടാൻ ഉണ്ടാവില്ല എന്ന ബോധത്തോടുകൂടി കൈയ്യെട്ടണം, അല്ലേ? അങ്ങനെ കിട്ടണമല്ലോ എത്ര ആളുണ്ട്. അസറിന് കൈയ്യെട്ടുമ്പം ഇഷാക്കുള്ള കാര്യം കൂടി പറഞ്ഞിട്ട്, ഇഷാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കട്ടാ, അത് നമുക്ക് ഇഷാ കഴിഞ്ഞിട്ട് ശരിയാക്കാം എന്ന്. ഇഷാക്ക് ഉണ്ടെങ്കിലല്ലേ നമ്മളിവിടെ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടല്ലേ കൈയ്യെട്ടേണ്ടത്. ഉദുക്കുരിൽ മൗത ഫി സഫി സലാത്ത്, നമസ്കാരൻ്റെ സഫിൽ നിന്ന് പോലും അള്ളാഹിനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കാൻ കൈയ്യെട്ടണം. ഇപ്പോൾ ലക്ഷണമൊത്ത വിശ്വാസി അള്ളാഹിൻ്റെ ദിക്റൊഴിയാതെ ജീവിക്കാൻ പഠിക്കണം. അപ്പം ദിക്റ് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കേണ്ടത്
ഒരു പള്ളിൻ്റെ ഒരു മൂലയിലൂടെയും പോയി കുത്തുന്നത് അങ്ങനെ ദിക്റില്ലതിനെ പറ്റിയല്ല ഞാൻ ഈ പറയുന്ന ദിക്റ്. പള്ളിൻ്റെ മൂലയെ കുത്തുന്ന ദിക്റ് എല്ലാനും പച്ചത്തൊപ്പിടാനും പച്ചത്തുണി എടുക്കാനും പച്ച ബെൽറ്റ് ഇട്ടാനും അതിനൊന്നും പണിയില്ലാത്ത ഏർപ്പാട്. അതൊക്കെ പറ്റിക്കൽ തരികിട മെമ്പറാണ്. ഞാൻ ഈ പറഞ്ഞതിന് പണിയുണ്ട്. മറ്റത് വെറുതെ ഒരു പുറപ്പൊക്കെ പോച്ച് ഇലേ പോച്ച് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഷ്ഖസ അഗ്ബറ യമുദ്ദു യദൈഹി ഇല സമാ യഖൂലു യാ റബ്ബ് മത്അമുഹു ഹറാം മൽബസുഹു ഹറാം മഷ്റബുഹു ഹറാം ഉദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. അല്ലാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറയുകയാണ്. എത്രയോ മനുഷ്യന്മാരുണ്ട്, മുടിയൊക്കെ ജടകുത്തി വസ്ത്രമൊക്കെ അഴുക്ക് പുരണ്ട് അങ്ങനെ നടക്കുന്ന കുറേ ആളുകൾ കൈ മേലോട്ട് ഉപരിലോകത്തേക്ക് ഉയർത്തിയിട്ട് പടച്ചോനെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. ഓൻ്റെ ഭക്ഷണം ഹറാമാണ്, ഓൻ്റെ കുടിക്കുന്നത് ഹറാമാണ്, അവൻ്റെ വസ്ത്രം ഹറാമാണ്. ഉദിയ ബിൽ ഹറാം, അവനെ ഊട്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയത് ഹറാമില്ല എന്നാ പറഞ്ഞത്. ദിക്റൊഴിഞ്ഞു പോവുക. എന്തെങ്കിലും ഒരു കോലം കെട്ടുന്നവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാക്കിറായിട്ട് പറയുന്നില്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. ഇപ്പോൾ ഒരു വാഹനത്തിൽ കയറുമ്പോൾ അവിടെ ഒരു ദിക്റുണ്ട്. അപ്പോൾ യാതൊരു കഴിവില്ലാത്തവനെ പോലെ നടക്കലാണെങ്കിൽ ഇത് എന്ന് മനസ്സിലാക്കണ്ട. അത് ചിലവല്ലേ അസ്തഗ്ഫിറുല്ലാഹ് കുപ്പായം പോലും ഇടാണ്ട് കോടിക്കണക്കിന് ഉറുപ്പിയുള്ള മുതലുള്ള മനുഷ്യൻ ഒരു കുപ്പായം ഇടാണ്ട് ഒരു തോർത്തുമുണ്ടും തോളിട്ട് നടന്നിട്ട് ദിക്റുള്ള എന്ന് പറഞ്ഞ് നടക്കണ്ട. അതൊക്കെ തട്ടിപ്പാ. അവനാൻ്റെ കഴിവനുസരിച്ച് ജീവിക്കണം. അവനാനൊരു അള്ളാഹു തന്ന അനുഗ്രഹങ്ങളുണ്ട്. ആരെങ്കിലും പിരിവിന് വരും വിചാരിച്ചിട്ട് നല്ല തുണി നല്ല കുപ്പായൊന്നും മാറ്റാൻ നടക്കണ്ട. അത് കണ്ടാൽ ചിലർ പിരിവ് ചോദിക്കൂല ചിലവരോട്. ഓനക്ക് നമ്മളെ നാടും കൂടി വിലക്ക് വാങ്ങാനുള്ള അനുഗ്രഹം അല്ല കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ നടക്കുക ജാതി കോലത്തിലാണ്. ദിക്റുകൊണ്ട് വന്നതല്ല, അത് പിശുക്കൊണ്ട് വന്നതാണ്. ബുഖിൽ എന്ന് പറയുന്നത് ദിക്റ് കൊണ്ട് അതല്ല വരിക കേട്ടോ. അപ്പോൾ നമ്മളെ വിഷയം യാ അയ്യുഹല്ലദീന ആമനു ഒരു ചെറിയ വിഷയമല്ല കേട്ടോ, വലിയൊരു വിഷയമാണ്. ഞാനതിനെ ഒരു ചെറുതാക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര മണിക്ക് തുടങ്ങിയത്? രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ഇവരൊക്കെ ഏകദേശം ഇപ്പോൾ ദിക്റിലാണ്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി വല്ലാണ്ട് പറയൊന്നും വേണ്ട അല്ലേ. അപ്പോൾ നിർത്താനുള്ള സമയമായിട്ടുണ്ട്, നടത്താൻ പോകും അല്ലേ. വന്ന അതേപടി തന്നെ നിർത്തും ചെയ്യാം. ആയിക്കോട്ടെ, ഈ ആയത്തൊന്ന് പറഞ്ഞാട്ടെ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ലക്ഷണമൊത്ത വിശ്വാസി ചെയ്യേണ്ട അടുത്തൊരു പണി വഖൂലു ഖൗലൻ സദീദാ. സത്യേ പറയാവും ജീവിതത്തിൽ. തഹറൗ അസ്സിദ്ഖ. സത്യത്തെ നിങ്ങൾ മാറോടണച്ച് പിടിക്കണം. എങ്ങനെ? അത് നിങ്ങൾക്ക് ഒരു പക്ഷേ എത്രത്ര ഹസിറുണ്ടാക്കിയാലും എത്രത്ര നട്ടുണ്ടാക്കിയാലും ശരി, എന്തെല്ലാം പ്രയാസങ്ങൾ ദുനിയാവിൽ ഉണ്ടാക്കിയാലും ശരി, സിദ്ഖിനെ മുറുകെ പിടിക്കണം. സത്യത്തെ. ഒരു സത്യവിശ്വാസി തഖ്വയുള്ളവനാകണം, ദിക്റുള്ളവനാവണം. ഒരു സത്യവിശ്വാസി കളവ് പറയാത്തവനാവണം. കളവ് പറയാത്തവനായിട്ട് ഓൻ സ്വയം നടന്നാ പോരാ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. സത്യം പറയുന്നവരുടെ സംഘത്തിൽ നിങ്ങൾ ഉണ്ടാവണം. അല്ലാണ്ട് ഒരു പറഞ്ഞാണ് ശരി, പക്ഷെ ഞാൻ അതിലുണ്ടാവില്ല, കാരണം എൻ്റെ മുത്തവല്ലി സ്ഥാനം പോകും. എനിക്ക് അറിയാം, സത്യമൊക്കെ എനിക്കറിയാം. പിന്നെന്താ വെച്ചാൽ മഹല്ലിൽ പ്രസിഡന്റ് ഞാനല്ലേ. എൻ്റെ മയ്യത്തുണ്ടോ മഹല്ല് പ്രസിഡന്റിൻ്റെ കഥ കഴിയും കേട്ടോ. അപ്പോഴാ വിവരറിയാം. അധികം ആൾക്കാരും സത്യം അറിയായിട്ടല്ലല്ലോ. ഇപ്പം ഈ ഭാഗത്തുനിന്നൊക്കെ കുറേ ആൾക്കാർ കോഴിക്കോട് ടൗണിൽ വന്ന ജുമാക്കോടെ കൂടെ വെച്ചാൽ മലയാളത്തിൽ കൂത്തുപറത്തുന്ന പള്ളിയിലേ പോവുള്ളൂ. അപ്പോൾ എനിക്ക് സത്യം അറിയാം. പക്ഷേ നാട്ടിൽ വന്നാൽ ഒരിക്കലും പള്ളിയിൽ വരില്ല. ആള് കാണും. അള്ള കാണുന്ന വിരോധമല്ല, ആള് കണ്ടാൽ വലിയ പ്രശ്നമാണ്. കാരണം പ്രസിഡന്റ് സ്ഥാനം പോവും ആള് കണ്ടാൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവരൊക്കെ നമ്പറുകളാണ്. ഇവരൊന്നും സത്യസന്ധന്മാരല്ല. സത്യസന്ധന്മാർ ഓപ്പൺ മൈൻഡായിരിക്കും. ആരോടും കടപ്പാടുണ്ടാവില്ല, റബ്ബിനോട് മാത്രം. ആ മുതലാളി കാണും, ഈ മുതലാളി കേൾക്കും, അയാൾ കാണുന്നുണ്ടോ ഇയാൾ കാണുന്നുണ്ടോ നോക്കിയിട്ടൊക്കെയാണ് പല സ്ഥലങ്ങളിലും ആളുകൾ സത്യത്തിൻ്റെ കൂടെ ഉണ്ടാകുക. അതുകൊണ്ട് ലക്ഷണമൊത്ത വിശ്വാസി സത്യസന്ധന്മാരുടെ കൂടെ വേണം. അതെന്തിനാ അറിയോ? അവർക്കുള്ളതാണ് സ്വർഗം, ഈ വിശ്വാസികളാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ വിശദീകരണമുള്ള അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മാഇദയിൽ പറയുന്നു, ഖാലല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അല്ലാഹുദാ പറയുന്നു, ഹാദാ യൗമുസ് സാദിഖീൻ. പരലോകം എന്ന് പറയുന്ന ദിവസം സത്യസന്ധന്മാർക്കുള്ളതാണ്, കള്ളന്മാർക്കതില്ല.
കളവ് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ആ ദിവസം ഇല്ല. അതുകൊണ്ട് സത്യസന്ധന്മാരെ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഉലായിക്കല്ലദീന സദഖൂ വ ഉലായിക ഹുമുൽ മുത്തഖൂൻ. ലത്തീഫ് എന്നാ ബടിയും. അപ്പോ ഉലായിക്കല്ലദീന സദഖൂ, അവർ സത്യസന്ധന്മാരാണ്, സ്വർഗത്തിൽ കടക്കുന്നവരെ. വ ഉലായിക ഹുമുൽ മുത്തഖൂൻ, അവർ തഖ്വയുള്ളവരുമാണ്. അതുകൊണ്ട് സത്യം പറയണം എന്ന കാര്യത്തിൽ ഒരു കാരണവശാലും നല്ല സത്യം പറയണം എന്നൊരാഗ്രഹം തന്നെ ഇനി മുതൽ വെച്ചോളൂ. മരണം വരെ ഞാൻ ഇനി കളവ് പറയില്ല. ചില ആൾക്കാർ പറയും കളവ് പറയാണ്ട കയ്യോ. എങ്ങനെ അപ്പോഴത്തെ കാലത്തൊക്കെ കളവ് പറയാണ്ട കയ്യ മൗലവി? നിങ്ങളേത് ഉട്ടോപ്യൻ ലോകത്താ? നമ്മൾ ഉട്ടോപ്യൻ ലോകത്ത് നിങ്ങൾ കാലഘട്ടത്തിൻ്റെ ചുമരെഴുത്ത് വായിച്ച് ജീവിക്കുന്നവരോ മാറരുത്. ഇസ്ലാമിനൊരു നിയമമുണ്ട്. കളവ് പറയരുതെന്ന് പറഞ്ഞതാരാ? അള്ളാഹുവാണ്. അല്ലേ? ആ അള്ളാഹു നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം നമ്മളോട് കൽപ്പിക്കൂല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. കഴിയാത്ത മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം അള്ളാഹു മനുഷ്യനോട് കൽപ്പിക്കൂല. അപ്പൊ കളവ് പറയരുത്. കളവ് പറഞ്ഞാൽ എന്തെല്ലാം നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായാലും ആ നഷ്ടം നിങ്ങൾ പരിഗണിക്കണ്ട. മഹാനായ പ്രവാചകന്മാരെ പറ്റിയൊക്കെ അള്ളാഹു വാഴ്ത്തി പറഞ്ഞപ്പോ, ഇബ്രാഹിം നബിനെ പറ്റി വാഴ്ത്തി പറഞ്ഞു ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ, അദ്ദേഹം സത്യസന്ധനായ നബിയായിരുന്നു. അതുപോലെ ഇസ്മായിൽ നബിയെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു ഇന്നഹു കാന സാദിഖൽ വഅദ്, അദ്ദേഹം വാഗ്ദത്തം പാലിക്കുന്ന സത്യസന്ധനായ പ്രവാചകനാണ്. ഇദ്രീസ് നബിയെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു വദ്കുർ ഫിൽ കിതാബ് ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. എല്ലാ പ്രവാചകന്മാരും സത്യസന്ധന്മാരാണ്. അപ്പൊ സത്യസന്ധത എന്ന് പറയുന്നത് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആ പഠിപ്പിച്ചു തന്ന ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പൊ കച്ചവടം ചെയ്യുന്ന ആളോട് നമ്മൾ പറയണം നിങ്ങൾ സത്യസന്ധനാണ്. എന്താ ഒരു കച്ചവടക്കാരൻ സത്യസന്ധനാവുക പറഞ്ഞാൽ? എങ്ങനെയാ സത്യസന്ധനാവേണ്ടത്? അയാൾ അത്താജിറു സാദിഖു, സത്യസന്ധനായ കച്ചവടക്കാരൻ മഅ ശുഹദാ, നാളെ പരലോകത്ത് ഷഹീദന്മാർക്ക് കിട്ടുന്ന സ്വർഗത്തിലുണ്ടാകുക. അത്താജിറുൽ ഖാദിബ്, കള്ള കച്ചവടക്കാരനോ മഅൽ ഫുജാർ, തെമ്മാടികളുടെ കൂടെയാണ്. ഒന്ന് സ്കെച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഇവിടെ ഒരു ചെറിയ പെട്ടിപ്പീടി അടച്ചാൽ മതി നരകത്ത് പോയ. ഒരു ചെറിയ പെട്ടിപ്പീടി, വേറെ അധികമൊന്നും വേണ്ട. ഒരു ചെറിയ പീടി ഉടഞ്ഞാൽ മതി സ്വർഗത്ത് പോകാനും. അണ്ടും കഴിയും. 1 കിലോ പഞ്ചസാര അറിഞ്ഞാൽ 1 കിലോ പഞ്ചസാര മൂപ്പര് പഞ്ചസാര കൊണ്ട് എറിയലുണ്ട്. 950 കഴിഞ്ഞാൽ 1 കിലോന്റെ 50ന്റെ മുകളിലാണ് മൂപ്പരെ പിടുത്തം. താത്തലും പിടിക്കലൊക്കെ മൂപ്പര് എന്താ അത് താവാത്തത്, ഒന്ന് പിടിച്ചടിച്ചു നോക്കൽ, എന്നിട്ട് ഒറ്റ ഏറ് പഞ്ചാര കൊണ്ടൊക്കെ നടത്തും. അല്ലേ? 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയാൽ 950 ഇട്ടുള്ളൂ. നിങ്ങൾ വേണേ നിങ്ങളെ ഓനെങ്ങനെ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ എടുക്കും, ഇങ്ങോട്ട് എടുത്തിട്ട് കുപ്പിയിൽ കൊണ്ട് ഒഴിക്കും, മുഴുവൻ ഒഴിക്കൂല, എന്നിട്ട് പിന്നെയും 2ാമത് താത്തും. നിങ്ങൾ വിചാരിക്കും എന്തോ ലിറ്റർ കഴിഞ്ഞിട്ട് പാവം കുറച്ചും കൂടി തരികയാണ്. അല്ല, അതിലുള്ളത് കുറച്ചും കൂടി ആക്കിയിട്ട് ബാക്കിയിലേക്ക് ഇടും. എന്നിട്ട് മൂപ്പര വിചാരം ഭയങ്കര, ഞാൻ ഓനെ പറ്റിച്ചത് അവന്റെ വിചാരം, ഈ ഓനെ ഒട്ടിച്ചതാ. ഓൻ കുടുങ്ങിയ മാതിരി ഇനി കുടുങ്ങുന്ന വേറൊരാളില്ല. മൻ വശ ഫലൈസ മിന്നി, വഞ്ചിച്ചോൻ മുസ്ലിം സൊസൈറ്റിയിലെ പെട്ടോനല്ല. പോയില്ലേ? കഴിഞ്ഞില്ലേ? വളരെ എളുപ്പം കാര്യം മനസ്സിലാവില്ലേ എനിക്ക്? ഇല്ലേ? ഞാൻ വളച്ചിട്ടൊന്നും ഇല്ലാണ്ടേ പറയുന്നത്. അപ്പൊ ഒരു കച്ചവടക്കാരന് വേണമെങ്കിൽ സ്വർഗത്ത് പോവാ സത്യസന്ധനായി. അതേ കച്ചവടക്കാരൻ അതേ സാധനം വിറ്റിട്ട് ചെയ്യാൻ നരകത്തിലും പോവാ. ചിലോട്ടൊക്കെ കാണാം, നിങ്ങൾ കോഴിക്കോട് ടൗണിലൊക്കെ വന്നാൽ കാണാം മാങ്ങിയൊക്കെ എന്താണ് പടച്ചോനെ അതിൻ്റെ നിറം കണ്ടാൽ വാങ്ങിപ്പോവും അല്ലേ? ഓരോറ്റൊന്ന്. അപ്പോൾ നമ്മൾ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ ടൗണിലുള്ള ആൾക്കാർ വലിയ വളവന്മാരാന്ന പോലെ വിചാരം. ഓല് നിങ്ങൾക്ക് കൊട്ട തരിക, നിങ്ങൾ എടുത്തോളി തെരഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ആഹാ എന്നോട് തരിയാൻ പറഞ്ഞിരിക്കുകയാണോ? നിങ്ങൾ തരിക, നിങ്ങൾ മാങ്ങ തരിയുന്നു. തെരഞ്ഞ് നല്ലതൊക്കെ നോക്കി കൊഴുപ്പുള്ളതൊക്കെ നോക്കി 6 എടുത്ത് നിൽക്കുക. ഇവനറിയാം 6 എടുത്താൽ 1.5 കിലോ ഉണ്ടാവും. അപ്പോൾ ഓൻ പറയും 2 കൊടുക്കും. അപ്പം 8 ഓ എടുത്തതിലേക്ക് വെക്കും. നിങ്ങൾ കൊടുത്തത് ഓറഞ്ച മാങ്ങ. എന്നിട്ട് ആ 8 ഓനക്കറിയാലോ 1 കിലോ അധികമാണ്. അപ്പോൾ ഓന് ഇത് അധികമാണല്ലോ എന്നിട്ട് ഇങ്ങോട്ട് ഓനെ നിങ്ങൾ കാണാത്തോടത്ത് ഒരു സ്ഥലത്ത് ഇവിടെ ഉണ്ട് 5-6 മാങ്ങ, അത് നിങ്ങൾക്ക് ഇതിലേക്ക് വെക്കാറില്ല, ഇതിൽ വെച്ചിട്ട് കവറിലാക്കി തന്നു. നിങ്ങൾ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് പോകുന്നു. പുറേ ചെന്നവൻ ഭാര്യ, അല്ല മനുഷ്യ നോക്കി വാങ്ങിക്കൂടെ? നോക്കി വാങ്ങിയത് സെലക്ട് ചെയ്താണ്. നോക്കി പരിശോധിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് വാങ്ങിയ മാങ്ങയാണ്. എന്നിട്ട് ഇതാണ് മാങ്ങ. അപ്പൊ ഇതെങ്ങനെ തീപ്പെട്ട്? അത് തീപ്പെട്ട് ഓനെന്നെ പെട്ടി.
ഈ സ്കൂട്ടറൊക്കെ സ്റ്റാർട്ടാക്കി പോകുമ്പോൾ എന്ത് പോയോ തന്നെ നോക്കുമല്ലോ. പോയി, ഇനി പോട്ടാണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും വഞ്ചകന്മാരുണ്ട് കേട്ടോ. പ്രായം വന്നാലും പ്രായം വന്നിട്ടില്ല എന്ന് വരുത്തുന്ന വഞ്ചകന്മാരുണ്ട്, മുടി കറുപ്പിച്ചിട്ടും ഒക്കെ അല്ലേ. ഓൽക്ക് വയസ്സാകുന്നത് ഇഷ്ടമല്ല, മരിക്കാൻ അത്രയും ഇഷ്ടമല്ല. പക്ഷേ മലക്കുൽ മൗത്ത് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് എനിക്ക് നേരം ഉണ്ടോ നോക്കിയിട്ടല്ല പിടിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈം ആകുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ വഞ്ചകന്മാർ പലതരം വഞ്ചകന്മാരുണ്ട്. അപ്പോൾ വഞ്ചിക്കരുത്, കളവ് നിങ്ങൾ ഒരിക്കലും പറയരുത്. നമ്മൾ പലരും നാട്ടിൽ നമ്മൾ കാണുന്ന പലരും മാന്യന്മാരാണ്, പലരും അറിവുള്ളവരാണ്. മനസ്സാക്ഷിക്കുത്തില്ലാണ്ട കളവ് പറയുന്ന എത്രയോ ആളുകൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. മനസ്സാക്ഷിക്കൊരു കുത്തു. ഇപ്പം ഇവിടെയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു നമ്പർ ഞാൻ പറയാം. ഇവിടെ അധികം സുബഹിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ സ്ഥലം ഇങ്ങനെ സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു കൈക്കോട്ട് എടുത്തിട്ട് മാന്താൻ തുടങ്ങും, കൊത്തി അതിര് നന്നാക്കി കുറേ കഴിഞ്ഞാൽ ഓൻ്റെ പ്ലാവ് ഉണ്ടാവും ബന്ധത്തിൽ. ഒരു 2 മാസത്തെ സുബഹി കഴിയുമ്പോഴേക്കും മറ്റേ പ്ലാവ് ഈ പറമ്പിലാവും. അപ്പം ഇതുവരെ ഇവിടെയില്ലോ, അത് എനിക്കറിയില്ല. നമ്മളെ ചെറുപ്പം മുതലേ വെച്ച പ്ലാവാ അല്ലേ. മൻ അഖദ മിനൽ അർളി ശിബ്റൻ ബിഗൈരി ഹഖി ഖുസിഫ ലഹു യൗമൽ ഖിയാമത്തി ഇലാ സബി അർളിൻ. ഒരു ചാൺ ഭൂമി അന്യായമായി മറ്റുള്ളവൻ്റെത് പിടിച്ചെടുത്താൽ അവൻ 7 ഭൂമിക്കടിയിലേക്ക് നരകത്തിലേക്ക് താഴ്ത്തപ്പെടും. കാര്യം നമുക്കറിയാം. പക്ഷേ ഈമാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴേ ഉറങ്ങി നീക്കാണതിൻ്റെ മുമ്പ് തന്നെ ഈ സ്ഥലം നമ്മൾ ഇടിച്ചിടിച്ച് നമ്മളതിൽ കാക്കണം അല്ലേ. അങ്ങനെയില്ലേ ഉണ്ട്. ആധാരത്തിമ കളിക്കണില്ലേ ഉണ്ട്. കണ്ണ് കാണാത്ത അമ്മനെ കൊണ്ടുപോയി രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒപ്പിടിച്ചിട്ട് മുതൽ മറ്റുള്ളവർക്ക് കിട്ടാത്ത വിധം ആക്കലില്ലേ, അങ്ങനെയുള്ളവരില്ലേ ഉണ്ട്. പെങ്ങന്മാർക്കൊന്നും കിട്ടരുതിച്ചിട്ട് ഭയങ്കരമായിട്ട് ആർത്തി കൊണ്ട് പണം ഉണ്ടാക്കാൻ പറമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കുന്ന ആങ്ങളാരില്ലേ ഇല്ലേ. ചില കുടുംബത്തൊക്കെ അവർക്കെന്തെങ്കിലും എന്താപ്പ ഈ ഭൂമി നമ്മൾ കൊണ്ടുപോകുമോ? ഇല്ല. ഈ ഭൂമി കൊണ്ട് എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇതിഞ്ഞ് എൻ്റെ കുടുംബത്തിന് ഞാൻ ലോകം കണ്ട ഏറ്റവും ഷെറുദാഭയാവുകയാണ്. എന്നാൽ ഏറ്റവും നികിഷ്ട ജന്തു നമ്മളായി മാറും അല്ലേ. കാരണം കുടുംബത്തിന് വേണ്ടി നമുക്കൊരു കാര്യമില്ലാത്തൊരു കാര്യമാണ് ഈ സ്ഥലമൊക്കെ. അത് ഇടിച്ച് പിടിച്ച് ബാക്കിയുള്ളവർക്ക് ചെറിയ സ്ഥലം ഉണ്ടായി കൊടുത്തോണ്ട് ഒരു കാര്യമില്ല. നമ്മളെ സ്വന്തം രക്തത്തിന് നമ്മളെ പെങ്ങൾക്ക് സ്വത്ത് കിട്ടാണ്ടിരിക്കാൻ പല ജാതി പരിപാടികളും. ബാപ്പിയൊക്കെ മരിക്കാൻ നേരത്ത്, ചില ബാപ്പാർ മരിക്കാൻ നേരത്ത് അന്നനാളത്തിൽ വെള്ളം എത്തുമ്പം വെള്ളങ്ങൾ അന്നനാളത്തിലേക്ക് ഒഴിക്കുമ്പം അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഇറങ്ങാത്തതുകൊണ്ട് എന്നൊരു ശബ്ദം ഉണ്ടാവും. ആ സമയത്ത് ഇയാൾ ഇങ്ങനെ ആക്കുണ്ടാവും. അപ്പം മോനെടുത്ത് നിന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലം എന്നോട് എടുക്കാനാണ് പറയുന്നത്. ഇയാൾക്ക് തെക്കും പടക്കും കിഴക്കും പടിഞ്ഞാറ് ഒന്നും അറിയാത്തൊരു ടൈമിൽ അപ്പം അയാൾ കാണിക്കുന്നത്. അയാൾക്ക് ഈ കടലിലെ വെള്ളം വരെ വറ്റിച്ച് കുടിക്കാൻ മാത്രം ദാഹം വന്നിട്ടാണ് അയാൾ നാക്കുന്നത്. അതിനിപ്പം പടിഞ്ഞാറുന്നാ ഇവൻ്റെ വക വ്യാഖ്യാനം. തെവിലോൻ കൊടുക്കും, മനസ്സിലായോ? അയാൾക്ക് ഒമിൻ വറായിഹിം ബർസഹുനില യൗമി യുബഅസൂൻ, പുനരുദ്ധാനത്തിന്റെ വറായിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്, മറുഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അയാൾക്ക് ഈ ദുനിയാവുമായുള്ള ഒരു ബന്ധമില്ല. അയാൾ അങ്ങനെയാണെങ്കിൽ വസിയത്ത് നല്ല കാലത്ത് ചെയ്യണം. ആ വസിയത്താവുള്ളൂ. അതും സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗം അധികമാണെങ്കിൽ അവകാശികളായ ആളുകൾ എന്ത് ചെയ്യണം? ഇസ്ലാമികമായ നിയമപ്രകാരം വൈൻ ഖാഫമിൻ മൂസിൻ ജനഫൻ, ഒരു തെറ്റ് പറ്റിയെന്ന് ഒരു വസിയത്ത് ചെയ്ത ആൾക്ക് തെറ്റ് പറ്റിയാൽ അത് നന്നാക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ. നമ്മൾ കിട്ടുന്നതാണെങ്കിൽ നന്നാക്കും, മനസ്സിലായില്ല. ചിലവര് സ്വത്തക്കോരിയൊക്കെ വേണ്ടവള് ചിലയിടത്ത് ചില പെങ്ങന്മാർക്കും ആങ്ങളാർക്കും ഉമ്മ പറയും, നിങ്ങൾ ആണോരി പെണ്ണോരി വ്യത്യാസമാക്കേണ്ട, എല്ലാവരും ഒരുപോലെ എടുത്തോളി. അങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പം ഉമ്മയൊക്കെ ബാപ്പിയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വല്ല ഹൈറും അങ്ങനെ ആക്കിയാൽ വല്ല ഹൈറും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഓളെ പേരിൽ ഉമ്മ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ മുമ്പ് തന്നെ, മറ്റോളെ പേരിൽ അതും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടി കൂട്ടിയാൽ ഒരേമാതിരി ആക്കിയ അബ്ബൻ അധികം കിട്ടുന്നുണ്ട്. ഇപ്പം എന്താ പറയാലോ, നമുക്ക് ഉമ്മൻ്റെ വസിയത്തിന് പ്രാധാന്യം കൊടുക്കാം. ഉമ്മയാണ് പറഞ്ഞത്. ഇനി അതുകൊണ്ട് ഇവർക്ക് നട്ടം വരെ നമ്മളെന്തോന്ന് പറയും, ഉമ്മ വസിയത്ത് ചെയ്തൊക്കെ ശരിയാണ്, ഷറയിലൊരു നിയമമുണ്ട്, ഞാൻ മുജാഹിദാണ്. അപ്പോഴാണ് മൂപ്പർ മുജാഹിദാന്ന് ഓർമ്മയായത്.
ഇതൊന്നും മുജാഹിദല്ല. നിങ്ങളിങ്ങനെ ഈ മുജാഹിദ് അറിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വെള്ളിയാഴ്ച മലയാളത്തിൽ ഒത്തു പറഞ്ഞ പള്ളിയിൽ പോവുക, 8 റക്അത്ത് തറാവീഹ് കഴിക്കുക, നെഞ്ഞത്ത് കൈയ്യെട്ടുക. ഓൻ മുജാഹിദായി എന്നാ ഓൻ്റെ വിചാരം. ഇത് കുറേ പണിയുണ്ട്, അതുകൊണ്ടാണ് ഇതിലേക്ക് ആള് വരാത്തത്. മറ്റേത് വളരെ ഈസിയാണ് പരിപാടി. എന്തിൽക്ക് വേണമെങ്കിൽ പോവാൻ ഈസി, അതിൽക്ക് വരാൻ ഭയങ്കര പണിയാണ്. ചെറിയ പണി കൊണ്ട് ഒന്നും നടക്കൂല. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം തന്നെ നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കി. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ ചെറിയ സംസാരം, കുറഞ്ഞ സമയം സംസാരിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾ ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം നമുക്ക് ഒരു പ്രയാസമില്ലാത്ത കാര്യങ്ങളായിട്ട് പോകണം എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പല ജാതി കളവും പറയാറുണ്ട്. ഇവിടൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര കളവിൻ്റെ കാലഘട്ട മനുഷ്യന്മാരുടെ അല്ലേ. എവിടെ നോക്കിയാലും വിസത്തട്ടിപ്പ്, അതൊരു ഭാഗത്ത്. ഭാര്യ വരെ ഭർത്താവിൻ്റെ കൂടെ നിന്ന് കൊടുത്തിട്ട് വിസത്തട്ടിപ്പ്. പിന്നെ ആപ്പിള് മുണങ്ങൽ, ഫ്ലാറ്റിൻ്റെ അതിലൊക്കെ കൊണ്ടുപോയി പൈസ ചേർക്കുക. അങ്ങനെ പരമാവധി ഒരുപാട് പരിപാടികളുണ്ട്. ഞാൻ ആ പരിപാടികളിലേക്കൊന്നും നിങ്ങൾക്കറിയാത്ത കുറേ കള്ളത്തരം പഠിപ്പിക്കാൻ വന്നതല്ല. അല്ല, ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്താണ് ഈ ആപ്പിള് അതൊന്നും പഠിച്ച ആളുക. അതായത് ഞാൻ ഇതുവരെ പറഞ്ഞതിനൊന്നും പ്രാധാന്യം ഉണ്ടാവില്ല. ആ ആപ്പിൾ തിരിഞ്ഞ ആൾക്കുമേ. അപ്പം അതുകൊണ്ട് സാധാരണഗതിയിൽ അങ്ങനെ പല നമ്പറുകളും. പിന്നെ ചില ആൾക്കാർ പറ്റിക്കുക, കല്യാണത്തിൻ്റെ മുകളിൽ വരെ പറ്റിക്കുമല്ലോ, ഉണ്ടല്ലേ. അതെങ്ങനെയാ വെച്ചാൽ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഓളമ്മ, ഞാനും എൻ്റെ മോളും കൂടി ഇന്നലെ തഹജ്ജുദ് നിസ്കരിക്കാൻ നീച്ചപ്പോൾ നിങ്ങൾ കേൾക്കണം, നമ്മളെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഡൊന്നൊരൊച്ചാന്ന്. ഇപ്പം ഏതാ പറഞ്ഞ് നിസ്കരിച്ചത് പറഞ്ഞതാണോ ഒച്ച പറഞ്ഞതാണോ? നിങ്ങൾ തിരിഞ്ഞില്ല. അപ്പം മറ്റോല് വിചാരിച്ച് പഠിച്ചോനെ നല്ല ദീനിൻ്റെ കട്ടയാണെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പം കട്ടേ. മറ്റോലത് പറയില്ല. രാത്രി തഹജ്ജുദ് നിസ്കരിച്ചത് ഒരിക്കലും പറയില്ല. കാരണം അള്ളിയായിട്ടുള്ള പണിയാണ്, അതുപോലെ അറിയിക്കേണ്ട കാര്യമല്ല. അപ്പം അതിൽ വെട്ടിൽ വീഴ്ത്താനുള്ള ആൾക്കാർ. പിന്നെ അതുപോലെ കല്യാണം ചിലവർ വന്നേ പാടിന് എന്തൊക്കെ കിട്ടും നോക്കിയിട്ടാണ് പരിപാടി നടത്തുക. അല്ല, പല പറയാറുണ്ട്. അപ്പോൾ പെണ്ണൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ അതിർത്തി ഇതായിരിക്കില്ലേ. മൂപ്പര് കോൽക്കാരനൊന്നല്ല, ഓൻ്റെ വാപ്പേ ഒരു കോൽക്കാരൻ്റെ റോളാ മൂപ്പർക്ക്. അതായിരിക്കില്ലേ. ശരി. പ്ലാവൊക്കെ ഉണ്ടല്ലോ, ചക്കരിക്കാൻ ബന്ധായില്ലേ, പ്ലാവ് ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടാ നമ്പറിക്കാറൂടാ ഇല്ല, ഇവിടൊക്കെ അല്ല മനുഷ്യന്മാരാ. ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ. സ്റ്റേജിലുള്ള ആൾക്കാർ ഒന്നിച്ച് പറയുന്നു, ഇവിടെയുള്ള മനുഷ്യന്മാരൊന്നും അങ്ങനത്തെ യാതൊരു പ്ലാവ് ഇന്ന് വരെ കാണാത്ത ടീമാണെന്ന കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് പോരെ. നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ജാതി പല പരിപാടികളുണ്ട്. അപ്പോൾ സ്ഥലമൊക്കെ കണ്ട്, സ്ഥലം എത്ര ഉണ്ട്, പറമ്പ് എത്ര ഉണ്ട്, വണ്ടി ഏതെങ്കിലും ഓടുന്നുണ്ടോ, കാറുണ്ടോ, ബസ്സുണ്ടോ, ലോറി ഉണ്ടോ, ടിപ്പറുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കും. പല ജാതി അന്വേഷണം. അതൊക്കെ ഒത്തു വന്നാൽ ഏകദേശം ഇയാൾ മരിച്ചാൽ എൻ്റെ മോൻക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ടാണ് ഈ ബാപ്പ കല്യാണത്തിന് സമ്മതിക്കുക. മനസ്സിലായേ? ചിലവരതിനെന്ത് ചെയ്യുന്നറിയോ, ചില പെൺവീട്ടുകാർ ഇതോ എൻ്റെ അമ്മോൻ്റെതാണ്, എൻ്റെ അമ്മ ഒന്നും വരെ തിരിഞ്ഞു നോക്കാത്ത ആളാണ്. അതൊക്കെ കൊണ്ടേ കാണിച്ചു കൊടുക്കും. അമ്മോൻ്റെത്, അമ്മായിൻ്റെ ഇതാണിത്, അമ്മായിൻ്റെ സ്ഥലമാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അമ്മായിൻ്റെതാണ്. അത് ആ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം അമ്മോൻ്റെതാണ്. ഈ അമ്മ ഒന്ന് വരെ കണ്ടിട്ടില്ല അങ്ങനെ മരുവുള്ളത് അല്ലേ. അങ്ങനെ ഇതെല്ലാം കൂടി കണ്ടിട്ട് ആ വീട്ടിൽ വീടുകളുണ്ട് അല്ലേ. എന്നിട്ട് അതിൻ്റെ പേരിൽ കച്ചറാകണമുണ്ട് ഇല്ലേ. നമുക്ക് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലാത്ത വാക്കാ പറഞ്ഞത്. കബീറത്ത് ഖിയാനത്തുൻ അൻ യുഹദ്ദിസ അഖാക ഹദീസൻ ഹുവ ലക മുസദ്ദിഖൻ വ അൻത ലഹു കാദിബ്. നീ പറയുന്നു ഒരു കളവ്, വലിയ വഞ്ചനയാണ്. കബീറത്ത് ഖിയാന, വലിയ വഞ്ചനയാണ്. അൻ യുഹദ്ദിസ അഖാക ഹദീസൻ, നിന്റെ സഹോദരനോട് നീ ഒരു വർത്താനം പറയുന്നു. ഹുവ ലക മുസദ്ദിഖൻ, അവൻ നിന്നെ സത്യസന്ധനായി നീ അവനെ ആക്കിയിട്ടുണ്ട്. നീ വലിയ സത്യസന്ധനാണെന്ന് ഓനക്ക് വിചാരം വരും വരെ നീ ആക്കിയിട്ടുണ്ട്. എന്നാൽ വാൻ തലഹു കാദിബ്, നീ കളവാണ് പറയുന്നെങ്കിൽ നീ വലിയ വഞ്ചകനാണ്. ആളുണ്ടല്ലോ ഏകദേശം ഞാൻ കളവ് പറയില്ല എന്നൊരു വരുത്തി തീർത്തതിന് ശേഷം കളവ് പറയാൻ നല്ല സുഖ, ഓനാണ് ഏറ്റവും വലിയ വഞ്ചകൻ. അതുകൊണ്ട് നാശം എത്ര ഉണ്ടാവുകയാണെങ്കിലും, നഷ്ടം എത്ര ഉണ്ടാവുകയാണെങ്കിലും നീ കളവ് പറയരുത്. ഫൈന ഫീഹി നജാഹ്, അതിൽ വിജയം ഉണ്ടാവും കേട്ടോ.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, ഒരു സത്യവിശ്വാസിക്ക് നബിയെ കളവ് പറയാൻ പറ്റുമോ? യക്കുന, ഒരു മനുഷ്യന് കളവ് പറയുന്നവൻ ആകാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: യകൂനുൽ മുഅ്മിനു ജബാൻ, യകൂനുൽ മുഅ്മിനു ബഖീല, യകൂനുൽ മുഅ്മിനു കദ്ദാബ. ചോദ്യം അതായിരുന്നു. ഒരു വിശ്വാസിക്ക്, നല്ല വിശ്വാസിക്ക്, ലക്ഷണമൊത്തൊരു വിശ്വാസിക്ക് കളവ് പറയാൻ പറ്റുമോ? ലക്ഷണമൊത്തൊരു വിശ്വാസിക്ക് പിശുക്കനാകാൻ പറ്റുമോ? ലക്ഷണമൊത്ത ഒരു വിശ്വാസിക്ക് ജബാൻ, പേടിത്തൊണ്ടനാവാൻ കഴിയുമോ? 3 ചോദ്യം നബിനോട് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം യകൂനുൽ മുഅ്മിനു ബഖീല, പിശുക്കനാകാൻ പറ്റുമോ ചോദിച്ചു. നബി പറഞ്ഞു, കാലനാൻ പറ്റും. ഒരു വിശ്വാസി ചിലപ്പോൾ പിശുക്കനൊക്കെ ആയിരുന്നു വരും, ലേശം പിശുക്കൊക്കെ ഉണ്ടായിരുന്നു വരും. അടുത്ത ചോദ്യം യകൂനുൽ മുഅ്മിനു ബഖീല, ഒരു വിശ്വാസിക്ക് പിശുക്കനാകാൻ കഴിയുമോ? കാലനാകാൻ പറ്റുന്നതാണ്. യകൂനുൽ മുഅ്മിനു കദ്ദാബ, കളവ് പറയാൻ പറ്റുമോ ചോദിച്ചു. കാലലാ പറ്റൂല. ഈ 3 ചോദ്യം നമ്മളോട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. പിശുക്കനാകാൻ പറ്റുമോ? അത് ഞാനോ പിശുക്കനോ? അതിന് വേറെ ആളോക്കണം, അതിന് വേറെ ആക്കണം. എനിക്ക് ബീരുവാണോ പേടിത്തൂരിയാണെങ്കിൽ ഞാനോ പേടിത്തൂരിയോ? അതിന് വേറെ ആളോ കേട്ടോ. നമ്മളെ വാപ്പായാതിയല്ല. ഇനി വിശ്വാസിക്ക് കളവ് പറയാൻ പറ്റുമോ? കളവ് പറയാത്തോലെ ആരാള്? ഇതാണ് ഇസ്ലാമും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. വളരെ ഈസി പരിപാടിയാണ്. കളവ് പറയാത്തോലെ ഇപ്പം ആരുണ്ടോ? കളവല്ലേ ഇവിടെ മെയിനായിട്ട് വിജയിച്ചുകൊണ്ട് നടക്കുന്നത്, അല്ലേ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യ ചോദിച്ചു, അള്ളാന്റെ പ്രവാചകന്റെ ഭാര്യ തന്നെ ചോദിച്ചു, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു നബിയോട്, നബിയെ ഒരാൾ നമുക്കൊരു ഹദിയ തന്നു, ഒരു ഹദിയ വെറുതെ തന്നതാ, ഒരു സമ്മാനായിട്ട് തന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇതാക്കാലത്ത് ഇഹ്ദാനാലി ഷൈഇൻ തസ്തഹീലാസ്തഹി, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമുക്ക് തന്നത്, പക്ഷെ ഞങ്ങള് അത് വേണ്ടാറില്ല. ചിലപ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോ യൂസുഫിലേക്ക് ഞാനൊരു പെന്ന് കൊടുത്തു. അപ്പൊ മൂപ്പർക്ക് പെന്ന് വേണമെന്നുണ്ട്, പക്ഷെ മൂപ്പര് ഉള്ളിൽ വേണമെന്നുണ്ട്, കള്ളത്തരം പറഞ്ഞു വേണ്ട എന്നാണ്. അതാണ് ചോദ്യം, എളുപ്പം മനസ്സിലാക്കാന്. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിന്റെ വിഷയം അതൊന്നല്ല, ഫത്വ അവിടെ ഉണ്ട്. അവർ ചോദിക്കുന്ന, അസ്മാബി ചോദിക്കുന്നത് നബിയോട്, യുഅദ്ദു ദാലിക കദിബ, നബി അത് കളവായിട്ട് എണ്ണപ്പെടുവോ? മനസ്സിലൊരാഗ്രഹം ഉണ്ടായിട്ട് അത് മറച്ചു വെച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ കളവാവുമോ? നബിന്റെ മറുപടി, ഇന്നൽ കദിബ യുക്തബു കദിബ, കളവ് തന്നെയായിട്ട് എഴുതുക. ഹത്താ തുക്തബ കുദൈബത്തൻ, കൊച്ചു 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 കളവുകളായിട്ട് എഴുതും മാത്രം. ഉണ്ടാ, കളവ് തന്നെയാണ്. അപ്പൊ കളവൊരിക്കലും പറയാൻ പാടില്ല. വിഷയം മനസ്സിലായോ? ഇനി നമുക്ക് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചെറിയ 1-2 കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് അധികം പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ രാവിലെ മുതൽ ഇതുവരെ നിങ്ങൾ ഇത് തന്നെ ആയിട്ട് നടക്കുക, അല്ലേ? അപ്പൊ പിന്നെ അധികത്തിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് 2 കാര്യം, അല്ലേ? അവിടെ പറഞ്ഞു നിർത്തിക്കളാം. ഈ നല്ല ലക്ഷണമൊത്ത വിശ്വാസിയാണല്ലോ നമ്മളെ വിഷയം. ലക്ഷണമൊത്ത വിശ്വാസി ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ പറഞ്ഞ ദിക്റുണ്ടാവണം, ഈമാൻ ഉണ്ടാവണം, തഖ്വയുണ്ടാവണം, അല്ലേ? അതിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കളവ് പറയരുത്, ഇതൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാധാരണഗതിയിൽ ഒരു നല്ല വിശ്വാസി ഏറ്റവും നല്ല അക്മലുൽ ഈമാൻ അഹ്സൻകും അഖ്ലാഖ, നിങ്ങളുടെ ഏറ്റവും നല്ല സൽസ്വഭാവിയാണ്. സ്വഭാവം നല്ല സ്വഭാവമായിരിക്കണം കേട്ടോ. ആരോടാണ് നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത്? കൂട്ടുകാരനോടല്ല. കൂട്ടുകാരനോടൊക്കെ നമ്മൾ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, കൈഫൽ ഹാൽ, കിട്ടാവുന്ന അറബിയൊക്കെ പറയും. അത് കൂട്ടുകാരനോട്. ഇവിടെ നമ്മളുടെ സ്വഭാവം കാണിക്കേണ്ടത് ആരോടാന്ന് ഞാൻ പറയാം. കൂട്ടുകാരനോട് വേണ്ടാന്നല്ല കേട്ടോ പറഞ്ഞത്, നീ തെറ്റിദ്ധരിക്കല്ല. കൂട്ടുകാരനേക്കാൾ മാതാപിതാക്കളോട് കരുണയോടെ, വാത്സല്യത്തോടെ, വിനയത്തോടെ പെരുമാറാൻ ശ്രമിക്കുക, ഒരു സ്വഭാവം. പിന്നെ ഭാര്യനോട്, ഇവരോട് 2 കൂട്ടരോട് ഇത് ചെയ്യാൻ കഴിയില്ല ഉണ്ടോ? കാരണം നമ്മളമ്മ വയസ്സായി കഴിഞ്ഞാൽ നമ്മളമ്മ പറയുന്ന വർത്താനുണ്ടല്ലോ, ചിലപ്പം ഏതോരും ദേഷ്യം പിടിപ്പിക്കും. കാരണം നിങ്ങൾ ചിലപ്പോൾ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റോ ഇതിൻ്റെ ആളായിരിക്കും. ഉമ്മക്കുകളെ മണ്ഡലിയൊന്നും ഉമ്മക്കറിയില്ല. ഇവിടെ വാ കോയമോനെ നങ്ക് വിളിക്കും.
കൊയമോനോ ഞാനോ ഇതുവരെ എന്നെല്ലാവരും വലിയ ആളായിട്ട് കണ്ടതാ. നിങ്ങൾ ആ ഉമ്മാൻ്റെ മോനെ ഞങ്ങൾ ഡോക്ടറായാലും എഞ്ചിനീയറായാലും മന്ത്രിയായാലും നമ്മളെ സുഹൃത്തുണ്ട് ഇ.ടി. മുഹമ്മദ് ബഷീർ. ഇവിടെ ഇ.ടി. മുഹമ്മദ് ബഷീറിൻ്റെ ഉമ്മ ഉണ്ട്. ഇ.ടി. മുഹമ്മദ് ബഷീറിൻ്റെ ഉമ്മ ഈട്ടിന്ന് വിളിക്കുമോ ബഷീറേ ഇവിടെ വാടാ. അപ്പം എൻ്റെ പൊന്നു മോനെ മിനിസ്റ്ററാണ് ഞാൻ, ഉമ്മക്ക് ആ ബോധമൊന്നും ഇല്ലാതെ വിചാരിക്കാൻ പറ്റുമോ? ഈ കാസറ്റ് ഊപ്പർ കൊടുക്കരുതേ. അല്ല മൂപ്പരാരെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പരെൻ്റെ ഏറ്റവും അടുത്തൊരാളാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത്. മറ്റേ മൂപ്പര് വേറെ ആളെയും പേരാണ് ഞാൻ പറയില്ല, മനസ്സിലായോ? അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രയാസം. എൻ്റെ പെറ്റമ്മ എന്നൊക്കെ അത് മറന്നു പോകും ചിലപ്പം, അതെ. പിന്നെ അത് മാത്രമല്ല ഭർത്താനാണെങ്കിൽ എൻ്റെ റബ്ബെ ഭയങ്കര ഭർത്താനാ പറയാ വരും. അപ്പം അതുകൊണ്ട് ഉമ്മാനോട്, അതുകൊണ്ടാണ് ഖുർആനിൽ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഖുർആൻ ഓതുന്ന സമയത്ത് പഠിക്കുന്ന കാലത്ത് ഞാൻ നോക്കുമായിരുന്നു. അന്നൊക്കെ ചെറുതാണല്ലോ. അപ്പോൾ എന്തിനാ ഈ ഒബിൽ വാൽദൈൻ ഇൻസാന ഇങ്ങനെ അധികം പറയേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും ഉമ്മനോട് ബാപ്പയോട് നല്ല നന്മ കാണിക്കൂലേ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ബെൽഡായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും കഴിയുന്ന കാര്യമല്ലാതുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞു അത്. അപ്പം ലക്ഷണമൊത്ത വിശ്വാസി ഉമ്മിൻ ബാപ്പിൻ നമ്മളോട് എന്തൊക്കെ തരത്തിൽ പ്രതികരിച്ചാലും മറിച്ച് പ്രതികരിക്കരുത് കേട്ടോ. ഇനി ഭാര്യനോട് ഇങ്ങനെ തന്നെയാണ് അത്. ഭാര്യമാരോട് മാ അക്രമൻ നിസാ ഇല്ലാ കരീം, മാന്യന്മാരായ ഭർത്താക്കന്മാർ, നല്ല ലക്ഷണമൊത്ത ഭർത്താക്കന്മാർ, വിശ്വാസിയായ ഭർത്താക്കന്മാർ ഭാര്യമാരെ ആദരിക്കും. ഭാര്യമാരെ എന്താക്കണം? ആദരിക്കണം. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കും നമ്മൾ ആദരിക്കേണ്ടില്ലേ, ഒരു മാന്യമായിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പം ലക്ഷണമൊത്ത വിശ്വാസി ഭാര്യമാരെന്ത് ചെയ്യണം? ആദരിക്കണം. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, നീചന്മാരായ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ നിന്ദിക്കുക. ഇപ്പൊ ഇതിൽ പെടുങ്ങൾ ഭാര്യമാരിപ്പോൾ കൂട്ടുണ്ടാവും. എന്തിലാണ് എൻ്റെ വാപ്പളാണ്, മാന്യതയിൽ പെടുമോ നിന്ദന്മാരിൽ പെടുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ചിന്തിച്ചോട്ടെ, നിങ്ങൾ ചിന്തിക്കുമല്ലോ അല്ലേ? പുരുഷന്മാരായ നിങ്ങൾ ചിന്തിക്കൂലേ ഞാൻ മാന്യനാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റിഫ്ഖൻ ലിൽ ഖവാരീർ, ഈ പളുങ്കുകളോട് നിങ്ങൾ സൗമ്യമായി പെരുമാറണം. അങ്ങനെ ഇത് പളുങ്ക എന്നാ പറഞ്ഞ പെണ്ണുങ്ങളെ പറ്റി. എന്താ കാരണം? പളുങ്ക എന്ന് പറയാൻ കാരണം എത്ര നന്നാക്കി പറഞ്ഞിട്ടും ഇവർക്ക് ഇസ്ലാമിനോട് സ്നേഹമില്ല കേട്ടോ. ഇത്രയൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടും ഒരു സ്നേഹമില്ല. ഓല ഇസ്ലാമിനെ എങ്ങനെ താറടിക്കാൻ കഴിയും അങ്ങനെ നടക്കണോല അല്ലേ? അപ്പോ ഇവരോട് നിങ്ങൾ സൗമ്യമായി പെരുമാറണം. എന്താ കാരണം? സൗമ്യമായിട്ടും നമുക്ക് പെരുമാറാൻ കഴിയൂല. ബല സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉമ്മയും നമ്മളെ ഭാര്യയും പെണ്ണാണ്. ഇവർക്ക് രണ്ട് കൂട്ടർക്കും അള്ളാഹ് കൊടുത്തിരിക്കുന്നത് 45 ഔൺസ് തലച്ചോറാണ്. മമ്മക്ക് തന്നത് 49.4 ഔൺസ് തലച്ചോറാണ്. അപ്പൊ 4.4 ഔൺസ് തലച്ചോറ് പുരുഷന്മാരായ നമുക്ക് അധികം അള്ളാഹ് തന്നിട്ടുണ്ട്. അത് കുറച്ച് വെച്ചതുകൊണ്ടാണ് ഇറ്റിങ്ങൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ പോകുന്നത്, മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവരോട് നിങ്ങൾ മാന്യായിട്ട് പെരുമാറണം. കാര്യമെടുത്തായി. മറ്റേ മനുഷ്യന്മാരാണെങ്കിൽ അത് വല്ല തോളിൽ വെച്ച് വല്ല അല്ലേ കുറേ തോർത്തുമുണ്ടും അതും ഇതൊക്കെ വെച്ച് നമ്മളതൊക്കെ എടുത്ത് വെച്ച് എന്തൊക്കെയാണ് ഐറ്റങ്ങൾ നമ്മൾ ഓർഡറിലായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലേ? ചായ ഉണ്ടാക്കി വെക്കുന്നത്, രാവിലെ ചായ ഉണ്ടാക്കി തരുന്നു, കട്ടൻ ചായ ഉണ്ടാക്കി തരുന്നു, പിന്നെ ചായ ഉണ്ടാക്കി തരുന്നു, പിന്നെ കുട്ടികളെ കുളിപ്പിക്കുന്നു, പിന്നെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു, എന്തെല്ലാം പണി. അതിൻ്റെ ഇടയിൽ നമ്മളെടുത്ത് കിട്ടുന്ന സോഡ പടച്ചോനെ ജി ശരിയാവില്ല. എൻ്റെ വാപ്പുണ്ടല്ലോ, അയാൾ കള്ളൻ, അയാൾ അന്നെ പറ്റിച്ചത് ഉണ്ടല്ലോ. എൻ്റെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഓളമ്മനെയും വാപ്പനെയും ഒക്കെ കുറേ ചീത്ത പറഞ്ഞ് ഓളെ മാനിക്കാൻ പറഞ്ഞ ഭർത്താവ് അപ്പ ഈ എടുക്കുന്ന പണിയൊക്കെ ഓളെ തന്നെ ബഹുമാനിക്കാൻ പറഞ്ഞതാ, മനസ്സിലല്ലേ? അതിന് പകരം നമ്മൾ ഓളിയും നിന്ദിക്കും, ഓളമ്മനും നിന്ദിക്കും, ഓളെ വാപ്പയും നിന്ദിക്കും. ഞോക്ക ആങ്ങളാരുണ്ടെങ്കിൽ ആ അളിയച്ചൊക്കെ ഉണ്ടല്ലോ ഒരെ കൈ തന്നെ അടിച്ചു മുറിക്കുന്ന അറിയാം. അതാണ് മാന്യത. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട്, നിസ്കരിച്ചിട്ട് വരാം ബാക്കി പറയാൻ. അപ്പൊ അതുകൊണ്ട് ഇത്തരം ലക്ഷണമില്ലാത്ത വിശ്വാസി നമ്മളാവരുത്. പോരെ? മതിയല്ലോ അല്ലേ? ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളവിടെ ഇപ്പൊ നിൽക്കുന്നു മനസ്സിലായിട്ടുണ്ട്.
അത്രയൊക്കെ വേണ്ടു അതാ. അതുകൊണ്ട് ഒരിക്കൽ ഒരു അറാബി പറഞ്ഞു, ഒരു സലഫ് വിശദീകരിച്ച കാര്യമാണ്. പറഞ്ഞു, ഒരു ഭർത്താവ് ഒരു ഭാര്യനോട് പറഞ്ഞു, ല ഉഷ്കി എന്നക്കി, അന്നെ ഞാൻ കണ്ണീര് കുടിപ്പിക്കടിയാണ്. എന്ത് അന്നെ ഞാൻ അങ്ങനെ പറയല്ലേ നമ്മളൊക്കെ? അന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും, കാണിച്ചു തരട്ടാ, ഒരു പാഠം ഞാൻ പഠിപ്പിച്ചാടുന്നു, അങ്ങനെ പറയല്ലേ അല്ലേ? അത് നിങ്ങളെ മോളോടാണ് നിങ്ങളെ ഭർത്താവ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പൊള്ളും അല്ലേ? നിങ്ങളെ ഭാര്യയോട് പറയുമ്പോഴോ നിങ്ങൾക്ക് കൊള്ളുന്നുണ്ട്, പൊള്ളുകയല്ല കൊള്ളുക കഴിഞ്ഞത് അല്ലേ? അങ്ങനെ പറഞ്ഞു ലൗഷ്കി എന്നൊക്കെ. അപ്പൊ എന്ത് പറഞ്ഞു? ഓളെന്താ മറുപടി പറഞ്ഞു അറിയോ? അതാണ്, അവിടെയാണ് ഓളുടെ ഈമാന്. നമ്മൾ പറയേണ്ട കാര്യം, പഠിക്കേണ്ട കാര്യം എന്താ പറഞ്ഞു അറിയോ? ഇന്ന സഅദതി ഫീ ഈമാനി വ ഈമാനി ഫീ ഖൽബി വ ഖൽബി ബിയദില്ലാഹ്. അവളെ മറുപടി അതായത്, ആരെ നിങ്ങൾ പേടിപ്പിക്കുന്നത്? എന്റെ സൗഭാഗ്യം നിങ്ങളിലൊന്നല്ല, എന്റെ സൗഭാഗ്യം എന്റെ ഈമാനില, എന്റെ ഈമാൻ എന്റെ കൽബില, എന്റെ കൽബല്ലേ അള്ളാന്റെ അടുത്താ. ആരെ നിങ്ങൾ പേടിപ്പിക്കുന്നത്? അങ്ങനൊക്കെ പറയാൻ ധൈര്യമുള്ള പെണ്ണുങ്ങൾ ഇപ്പം ഉണ്ടാവില്ല. പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഐറ്റിങ്ങൾക്ക് അറിയില്ല എന്ത് ഇസ്ലാം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥാനം, അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന ലക്ഷണമൊത്ത വിശ്വാസി അതൊക്കെ ചെയ്യണം. ആ നിലക്കൊക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾ നേരത്തെ, ഞങ്ങളെക്കാളൊക്കെ നേരത്തെ, ഞാൻ കോഴിക്കോട് ടൗണിൻ്റെ അകത്ത് ജനിച്ചു വളർന്ന ആളാണ്. കുറേ കാലം ഞാൻ വളരെ നേരത്തെ കണ്ണിയത്തിൻ്റെ ശിഷ്യനായിട്ടുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞതിന് ശേഷം, അത് മൂപ്പര് നേരിട്ടുള്ള ശിഷ്യനല്ല, അങ്ങനെ ഉണ്ടാവില്ലോ, നിങ്ങൾക്കറിയാലോ, അതിനെപ്പറ്റി ഞാൻ പറയില്ല. അപ്പോൾ എൻ്റെ ഗുരുനാഥനോടാണ് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കാലം കഴിഞ്ഞ് ഞാൻ ഫറൂഖ് കോളേജിലേക്ക് വന്ന് ചേരുന്നതിനൊക്കെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടൊക്കെ നേരത്തെ നിങ്ങൾക്ക് ധാർമ്മികമായ ഒരുപാട് പ്രകാശങ്ങൾ, ലൈറ്റ് ഹൗസായിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാം, ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം, ജീവിതത്തിൽ പകർത്തുന്നവരാകണം. ആവർത്തനമാണെങ്കിൽ ക്ഷമിക്കുക, ഞാൻ നിർത്തുന്നു. അള്ളാഹു ലക്ഷണമൊത്ത വിശ്വാസികളിൽ അവൻ്റെ അനുഗ്രഹീത ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.